ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീണയും കൂട്ടരും കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. രാവിലെ അവർ കന്യാകുമാരിയിലെത്തി ടീച്ചറമ്മ താമസിച്ചിരുന്ന ഹോട്ടലിലെത്തുന്നുണ്ട്. റിസപ്ഷനിലെത്തുന്ന വിഷ്ണുവും ജോണും മിഥുൻ സാറും. വിഷ്ണു കേരള പോലീസിൽ നിന്നാന്ന് പറഞ്ഞ് ID കാർഡൊക്കെ കാണിക്കുക. മിസ്സിംഗ് ആയ സരസ്വതി ടീച്ചറുടെ സൺഡിലോ ആണ്. എനിക്ക് നിങ്ങളുടെ CCTV ഫൂട്ടേജ് ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അവർ അത് കാണിക്കാൻ കൊണ്ടുപോവുക. ടീച്ചറമ്മ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോണതൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ കോപ്പി വേണമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. പിന്നീട് അവർ ടീച്ചറമ്മ താമസിച്ചിരുന്ന റൂമിലെത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഭാർഗവൻ മുതലാളിയുടെ കോൾ വരുന്നത്. സാർ അവിടെ എത്തിയോ? കന്യാകുമാരിയിൽ ഒരു ഹോസ്പിറ്റലിലും ഇല്ല. എൻ്റെ ആൾക്കാർ അവിടെല്ലാം തിരഞ്ഞു. സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ സാർ ഇടപെട്ടുകൊണ്ട് അവർക്കും ഒരു ചൂടുണ്ടാവും എന്നയാൾ പറയുമ്പോൾ സ്റ്റേഷനിൽ DYSP ബന്ധപ്പെട്ടിരുന്നു എന്ന് വിഷ്ണു പറയുക. അതുകൊണ്ടൊന്നും അവർക്കൊരു ചൂടുണ്ടാവില്ല. അവിടുത്തെ ലൈഫ് ഗാർഡിൻ്റെ അടുത്ത് നമ്മുടെ ടീം കാര്യങ്ങൾ അന്വേഷിച്ചു. ലൈഫ് ഗാർഡിലെ സെൽവത്തിന് നമ്പർ അയക്കാം. സാർ അവിടെ ചെന്നിട്ട് അവനെ വിളിച്ച് കാണണം. കണ്ടോളാന്ന് പറഞ്ഞ് വിഷ്ണു കോൾ വയ്ക്കുക. പിന്നീട് ജോണിനോട് പറയുക, ഭാർഗവമാമയാ തള്ളി മറിക്കാനാ വിളിച്ചത്. പിന്നീട് കാണിക്കുന്നത് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ വീണ അമ്മ താമസിച്ച ഹോട്ടലും പരിസരവും നോക്കി നിൽക്കുക. കടൽ കാണും തോറും അവളുടെ മനസ്സിലേക്ക് ടീച്ചറമ്മ പാറക്കെട്ടിൽ കുടുങ്ങിയ സ്വപ്നമാണ് ഓടിയെത്തുന്നത്. അതോർത്ത് അവൾ ആകെ സമനില തെറ്റി ഹോട്ടലിൽ നിന്ന് ആ പാറക്കെട്ട് ലക്ഷ്യമാക്കി കടൽ തീരത്തേക്ക് ഓടുക. ഇത് കണ്ട് കാറിലിരുന്ന നീന ഡോർ തുറന്നിറങ്ങി അവളുടെ കൂടെ ഓടുന്നുണ്ട്. ഇതിനിടയ്ക്ക് റൂമിലുള്ള മിഥുനെ വിളിച്ച് വീണ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. വിളിച്ചിട്ട് നിൽക്കുന്നില്ല. ഒന്ന് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വീണയുടെ കൂടെ ഓടുക. സാറേ വീണ ഇറങ്ങി ഓടിയെന്ന് മിഥുൻ വിഷ്ണുവിനോട് പറയുമ്പോൾ ജോണും വിഷ്ണുവും മിഥുനും കൂടി റൂമിൽ നിന്ന് ഓടിപ്പോവുക. വീണ കന്യാകുമാരിയിലെ പാറക്കെട്ടും ലക്ഷ്യമാക്കി റോഡിലൂടെ ഓടുക. കൂടെ ബാക്കിയുള്ളവരും. പാറക്കെട്ടിലെത്തിയ അവൾ അവിടെയൊക്കെ അമ്മയെ തിരഞ്ഞ് ഭ്രാന്ത് പിടിച്ച പോലെ നടന്ന് അമ്മയെന്ന് വിളിച്ച് കരയുക. മറ്റുള്ളവരും ഓടിച്ചെന്ന് അവളെ പിടിച്ച് വെക്കുന്നുണ്ട്. വീണ നീ എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെ കാണിച്ചാൽ പാടാവുമെന്ന് വിഷ്ണു പറയുക. അമ്മ ഇവിടെ പാറക്കെട്ടിൽ തന്നെ ഉണ്ടെന്ന് വിഷ്ണുവിനോട് വീണ പറയുന്നുണ്ട്. അമ്മയുടെ ബ്രദർ പറഞ്ഞുകൊണ്ടാ കൂടെ കൂട്ടിയത്. വെറുതെ മെനക്കേടുണ്ടാക്കരുതെന്ന് വീണയോട് ദേഷ്യപ്പെടുക വിഷ്ണു. റൂമിൽ റെസ്റ്റ് എടുത്താൽ ഓക്കെ ആവുമെന്ന് മിഥുൻ പറയുമ്പോൾ അതാ നല്ലതെന്ന് ജോണും. ഫ്രഷായ ശേഷം നമുക്ക് മാത്രം സ്റ്റേഷനിൽ പോവാം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇവരെ വിളിക്കാമെന്ന് പറഞ്ഞ് വീണയെ അവർ വിളിച്ചു കൊണ്ടുപോവുക. സ്കൂളിലെത്തുന്ന മേരിക്കുട്ടി ടീച്ചറോട് സോമൻ സാർ വന്ന് കന്യാകുമാരിയിൽ പോയവർ വിളിച്ചോ, എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞില്ല. ജോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നീനയെ വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് വിവരം പറയണേന്ന് പറഞ്ഞ് സോമൻ സാർ അവിടെ നിന്ന് പോവുക. മേരിക്കുട്ടി ടീച്ചർ നീനയെ വിളിക്കുക. നീന നിങ്ങൾ എത്തിയോ? രാവിലെ എത്തി. ഞാനും വീണയും റൂമിലാ. അവർ മൂന്നാളും കടലിനടുത്തുള്ള സ്റ്റേഷനിൽ പോയിരിക്കുക. വീണ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ രാവിലെ ടീച്ചറമ്മയെ അന്വേഷിച്ച് ഇറങ്ങി ഓടി. വിഷ്ണു സാറിന് ദേഷ്യം വന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ഫോണൊന്ന് അവളെ കൊടുക്കാൻ മേരിക്കുട്ടി ടീച്ചർ പറയുക. ടീച്ചർ അവളോട് മോള് സമാധാനമായിരിക്കെ, ഇന്ന് എന്തെങ്കിലും വിവരം കിട്ടും എന്ന് പറയുമ്പോൾ ടീച്ചറും അമ്മയും താമസിച്ച അതേ റൂമിലാണ് ഞങ്ങൾ. നമ്പർ 108 അല്ലേ? അവിടെ വെച്ചല്ലേ സരസ്വതി മോളെ വിളിച്ചത് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണോ അമ്മയുടെ സർപ്രൈസ്? അവൾ അന്ന് പറഞ്ഞ സർപ്രൈസ് സന്തോഷിൻ്റെ കാര്യമായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുക. വീണയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് സന്തോഷ് സരസ്വതിയോട് മുന്നേ പറഞ്ഞിരുന്നു. അതിന് സന്തോഷിനൊരു ജോലിയൊക്കെ ആയിട്ട് ആലോചിക്കാമെന്ന് അവളും പറഞ്ഞിരുന്നു. ഞങ്ങൾ കന്യാകുമാരിയിൽ ഉള്ളപ്പോഴാണ് VO ആയി ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അവൻ വിളിച്ചത്. എങ്ങനെയെങ്കിലും വീണയെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു റിക്വസ്റ്റ് ആയിരുന്നു. സന്തോഷ് പറഞ്ഞ കാര്യം വീണയോട് പറയാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് സന്തോഷ് പറഞ്ഞ കാര്യം വീണയോട് പറയാൻ തോന്നാന്ന് അവൾ എന്നോട് പറഞ്ഞു. അത് നിന്നോട് പറയണ്ടെന്ന് ഞാനാ അവളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഫോണും വെച്ച് മേരിക്കുട്ടി ടീച്ചറും വീണയും കരയുന്നുണ്ട്. അപ്പോഴാണ് ടീച്ചറമ്മ അടുത്തിരുന്ന് വിളിക്കുന്നത് പോലെ വീണയ്ക്ക് തോന്നുന്നത്. ഇത് കണ്ട് നീന എന്താന്ന് ചോദിക്കുക. ആകെ സമനില തെറ്റിയ വീണ അമ്മ ഇവിടെ ഉണ്ടായിരുന്നടി എന്ന് പറഞ്ഞ് കരയുക. പിന്നീട് വിഷ്ണുവും കൂട്ടരും ലൈഫ് ഗാർഡിലെ സെൽവനെ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഭാഗവൻ സാർ എന്നോട് എല്ലാം പറഞ്ഞു, ഞാൻ നോക്കിക്കോളാന്ന് അയാൾ പറയുക. പാറയുള്ള ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് മിഥുൻ ചോദിക്കുന്നുണ്ട്. സൺറൈസ് ബീച്ചും സൺസെറ്റ് ബീച്ചും വിവേകാനന്ദ പാറയിലും ഒക്കെ പാറയുണ്ടെന്ന് അയാൾ പറയുക. എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാൻ വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ നിന്ന് പോവുക. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന അവർ SIയെ കണ്ട് കാര്യങ്ങൾ പറയുക. മിസ്സിംഗ് ആയിട്ട് 3 ഡേ ആയില്ലേ, ലേറ്റായത് എന്താണെന്ന് അയാൾ ചോദിക്കുമ്പോൾ ടൂറിനിടയ്ക്ക് വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം തിരിച്ചു പോന്നെന്ന് കരുതിയെന്ന് മിഥുൻ പറയുക. എന്നിട്ട് വിഷ്ണു പെറ്റീഷൻ കൊടുത്ത് അവിടെ നിന്ന് പോവുക. തിരിച്ച് ഹോട്ടലിലെത്തുന്ന അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരുടെയോ കോൾ വന്ന് അതെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തെന്നൊക്കെ പറയുക. ഇതിനിടയിൽ വേറൊരു കോൾ വരുമ്പോൾ
ഒരു കോൾ വരുന്നുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്നു അത്. സാറേ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. സൺസെറ്റ് ബീച്ചിൽ ഒരു ലേഡിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അവരുടെ ഏജ് 50-ൽ കൂടുതലുണ്ട്. ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളൊന്ന് വേഗം വരണം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാം. വിഷ്ണു മിഥുനോടും ജോണിനോടും കാര്യങ്ങൾ പറയാം. അപ്പോഴേക്കും സെൽവവും വിഷ്ണുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, ഞാനിപ്പോൾ എത്താമെന്ന് പറഞ്ഞ് കോൾ വയ്ക്കുക. വീണയോടും നീനയോടും പറയണ്ടേന്ന് വിഷ്ണു പറയുമ്പോൾ ഒരു മയത്തിൽ മിഥുൻ സാർ തന്നെ കാര്യങ്ങൾ പറയുന്ന ജോൺ പറയുക. അത് പറയാനായി അവർ റൂമിലെത്തുക. വീണയാണേൽ കട്ടിലിൽ തലേണ ചാരിച്ച് കണ്ണടച്ചിരിക്കുന്നത് കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.